ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡി കെ വരെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഒമ്നിവേഴ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡി കെ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഡീകമ്പോസേഴ്സ് ആണ് ഈ ഡി കെ എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞാൽ ഡികമ്പോസിഷൻ എന്ന പ്രോസസ്സിനെ സഹായിക്കുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ കൊണ്ടാണ് പല നമ്മുടെ നേച്ചറിൽ കാണുന്ന പല സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനെ ചെറുതാക്കി മാറ്റി, അതിനെ ചെറിയ ചെറിയ ഫ്രാക്ഷൻസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന കുറെ എൻസൈംസ് ഒക്കെ ഉണ്ട്, കുറെ ഓർഗാനിസംസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിന്, അതായത് കോംപ്ലക്സ് ഓർഗാനിക് മാറ്റർ സ്മോൾ ഫ്രാക്ഷൻസ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡികമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിനെ സഹായിക്കുന്ന ഡീകമ്പോസേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ബാക്ടീരിയ, ഫംജി പോലുള്ള ആളുകൾ. ഇനി ഡികമ്പോസിഷന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ആണ്: ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് ഡികമ്പോസിഷന് വരുന്നത്. അപ്പൊ ആദ്യത്തേതാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ഡെഡ് എംബ്രിസിനെ, അതായത് ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസേഴ്സ് ടൈനി പാർട്ടിക്കിൾസ് ആയിട്ട് മാറ്റുന്നത്, അതായത് ഫ്രാഗ്മെന്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് ലീച്ചിങ് ആണ്. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് സോയിലൂടെ വെള്ളം ഇറങ്ങി താഴേക്ക്, അതായത് സോയിൽ കെട്ടിക്കിടക്കാതെ താഴേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സിനാണ് ലീച്ചിങ് എന്ന് പറയാം. അപ്പൊ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കുറെ ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ ഈ വെള്ളത്തോട് കൂടി താഴെ ബോട്ടം സോയിലിലേക്ക് എത്തിക്കുകയും അവിടെ അതിനെ സോൾട്ട് ആക്കിയിട്ട് സംഭരിച്ചു വെക്കുകയും ചെയ്യും. ആ ഒരു വാട്ടർ സൊല്യൂബിൾ ഇനോർഗാനിക് ന്യൂട്രിയൻസ് സോയിൽ വഴി താഴേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ബാക്ടീരിയയിലും ഫംജയിലൊക്കെ കാണുന്ന ചില കെമിക്കൽസ് ഉണ്ട്. അത് ഈ ഡെഡ് റിമൈനിങ്സിനെ ആയിട്ടുള്ള ഇനോർഗാനിക് മെറ്റീരിയൽസിനെ ലൈറ്റ് സ്ട്രക്ചർ ആക്കി, കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ളതിന് ലൈറ്റ് സ്ട്രക്ചർ ആക്കിയിട്ട് മാറ്റും. ഇതിനെയാണ് നമുക്ക് ഡീഗ്രഡേഷൻ എന്ന് പറയാൻ പറ്റുക. അപ്പോ ഹ്യൂമസ് എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഈ ഹ്യൂമസ് ആണ് ഈ ഓർഗാനിക് മാറ്ററിന്റെ ബ്രേക്ക് ഡൗൺ വഴി ഉണ്ടാകുന്നത്. ഇതിനെ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. വളരെ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഹ്യൂമസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു ഡീഗ്രഡേഷന് ശേഷം ഉണ്ടാകുന്നത്. ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്. നെക്സ്റ്റ്, ഇനോർഗാനിക് ന്യൂട്രിയൻസ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഡികമ്പോസിഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഫോട്ടോസിന്തസിന്, അതായത് ഇതിന്റെ എല്ലാം തുടക്കം വരുന്നത് ഫോട്ടോസിന്തസിസിലാണ്. അപ്പൊ ഫോട്ടോസിന്തസിന്റെ സമയത്ത് സോളാർ എനർജി പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുകയും കെമിക്കൽ എനർജി ആക്കി അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ എനർജി ഇവർ സ്റ്റോർ ചെയ്യുന്നത് ചില ഓർഗാനിക് മെറ്റീരിയൽസിന്റെ കെമിക്കൽ ബോണ്ടിലാണ്. ഫോർ എക്സാമ്പിൾ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിന്റെ ബോണ്ടിനകത്താണ് ഈ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എനർജി സ്റ്റെബിലൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് സണ്ണിൽ നിന്ന് ഒത്തിരി സൺലൈറ്റ് കിട്ടുന്നുണ്ട്. ആ സൺലൈറ്റ് ആണ് നമ്മൾ ഫോട്ടോസിന്തസിസിന്, അതായത് നമ്മളെല്ലാം പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. 50% ഓഫ് ദി ഫോളൻ റേസും ഫോട്ടോസിന്തസിസിന്, ലെസ് ദാൻ 50% ഓഫ് ദി ഫോളൻ റേസും ഫോട്ടോസിന്തസിസിന് എലിജിബിൾ അല്ല. എലിജിബിൾ ആകുന്ന വളരെ കുറച്ച് റേസ് മാത്രമാണ് ഫോട്ടോസിന്തസിസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഫോട്ടോസിന്തസിസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺറേസിനെ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ആക്റ്റീവ് റേഡിയേഷൻ അഥവാ പാർ എന്ന് ആണ് വിളിക്കുന്നത്. അപ്പൊ പ്ലാന്റ്സിന് ഈ വരുന്ന പാർ എനർജിയിൽ നിന്ന് ഒരു 2 to 10% മാത്രം എനർജിനെ അബ്സോർബ് ചെയ്യാൻ, അല്ലെങ്കിൽ സോളാർ എനർജിയെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് വെച്ച് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഈ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അവരുടെ ഫ്രൂട്ട്സിലും ലീവ്സിലും സ്റ്റെംസിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡ് പ്രൊഡ്യൂസേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡ് ഹെർബിവോഴ്സ് വന്ന് ഈ പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. അത് കഴിഞ്ഞ് പ്രൈമറി കൺസ്യൂമറിലേക്ക് പോകും, പിന്നെ സെക്കൻഡറി കൺസ്യൂമറിലേക്ക് പോകും. അതങ്ങനെ ഓരോ ലെവലിലേക്ക് ആ എനർജി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ് ആണ്. അതായത് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു വേരിയസ് കൺസ്യൂമേഴ്സ് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഗ്രാജുവൽ മാനർ. ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് ഓരോ ഘട്ടത്തിൽ നിന്ന് അടുത്ത ആളുകളിലേക്ക് ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എനർജി ഫ്ലോ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഫുഡ് ചെയിൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫുഡ് ചെയിൻ ആണ്. ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ആണ്. അതായത് ഫുഡ് എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമേഴ്സിന്റെ ഡിഫറെന്റ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആണ് ഫുഡ് ചെയിൻ എപ്പോഴും ആദ്യം ഉണ്ടായിരിക്കാം. 2 ടൈപ്പ് ഫുഡ് ചെയിൻ ആണ് നമുക്ക് വരുന്നത്. ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഉണ്ട്, ഡെട്രിറ്റസ് ഫുഡ് ചെയിനും ഉണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രീൻ പ്ലാന്റ്സ്, ഹെർബിവോഴ്സ്, കാർണിവേഴ്സ്, അഗ്രിഗേറ്റേഴ്സ്, അങ്ങനെയാണ് ഒരു ഇത് വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഗ്രാസിനെ തിന്ന് ജീവിക്കുന്ന ഗ്രാസ് കോപ്പർ,
ഗ്രാസ് ഹോപ്പറിനെ തിന്നുന്ന ഫ്രോഗ്, ഫ്രോഗിനെ തിന്നുന്ന സ്നേക്ക്, സ്നേക്കിനെ തിന്നുന്ന ഈഗിള്. ഇനി ഈഗിള് ചത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ ഡെഡ് റിമൈൻസിൽ ഡീകമ്പോസിഷൻ നടത്തുന്ന ബാക്ടീരിയ. ഇങ്ങനെയാണ് ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ വരിക. എപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്രീൻ പ്ലാന്റിൽ നിന്ന് ആയിരിക്കും. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി സോളാർ എനർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതായത് ഇപ്പോ സോളാർ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നോക്കൂ, ഗ്രാസിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് ഗ്രാസ് ഹോപ്പറിലേക്ക് എത്തുന്നത്. ഗ്രാസിൽ എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്? സൺലൈറ്റ് യൂസ് ചെയ്ത് സൺലൈറ്റിനെ കെമിക്കൽ എനർജി ആക്കിയിട്ട് പ്ലാന്റ്സ് മാറ്റുമ്പോഴാണ്. ഓക്കെ, അതായത് ഗ്രാസ് മാറ്റുമ്പോഴാണ്. അപ്പൊ നേരിട്ട് സോളാർ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് ചെയിൻ ആണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഡീകമ്പോസേഴ്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്റർ, പിന്നെ സോയിലുള്ള പാരസിറ്റ്സ്, സ്മോൾ കാർണിവേഴ്സ്, ഓർഗനൈസ്ഡ് കാർണിവേഴ്സ്, അങ്ങനെയാണ് എത്തുന്നത്. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഡയറക്ട്ലി സോളാർ എനർജിയിൽ റിലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇപ്പൊ ഇന്റർകണക്ടഡ് ഫുഡ് ചെയിൻസ്, ഓർഗാനിസംസിന്റെ ഇന്റർകണക്ടഡ് ഫുഡ് ചെയിൻസ് എല്ലാം കൂടി ഒന്നിച്ച് ചേർന്നിട്ടാണ് ഒരു ലിവിങ് കമ്മ്യൂണിറ്റി ഒന്നിച്ച് ജീവിച്ചു പോകുന്നത്. അതായത് ഈ ഫുഡ് ചെയിനിന്റെ ഒരു ഇന്റർകണക്ഷൻ ആണ് ഒരു ലിവിങ് കമ്മ്യൂണിറ്റിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്തുന്നത്. അപ്പൊ ഇതൊരു ഫുഡ് ചെയിൻ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുക? പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഗ്രാസ് ഉണ്ട്, അതിനെ കഴിച്ച് ജീവിക്കുന്ന പ്രൈമറി കൺസ്യൂമർ ആയിട്ടുള്ള ഗ്രാസ് ഹോപ്പർ ഉണ്ട്. നെക്സ്റ്റ് സെക്കൻഡറി കൺസ്യൂമർ ആയിട്ടുള്ള ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന മൈസ്, എലിയുണ്ട്. പിന്നെ മൈസിനെ കഴിക്കുന്ന ടെർഷ്യറി കൺസ്യൂമർ ആയിട്ടുള്ള സ്നേക്ക് ഉണ്ട്. സ്നേക്കിനെ കഴിക്കുന്ന ഫൈനൽ കൺസ്യൂമർ ആയിട്ടുള്ള ഹോക്ക് ഉണ്ട്. പിന്നെ ഹോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോക്ക് ചത്തുപോയി കഴിഞ്ഞാൽ അതിന്റെ ഡെഡ് റിമൈൻസിൽ വർക്ക് ചെയ്യുന്ന ഡീകമ്പോസേഴ്സ് ഉണ്ട്. അതാണ് ഫംജി അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് പോകുന്നത്. ഈ ഫുഡ് വെബിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കുറെ ഫുഡ് ചെയിൻസ് കൂടി ചേർന്നതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഗ്രാസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയോ ഫുഡ് ചെയിൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രാസിൽ നിന്ന് ഗ്രാസ് ഹോപ്പറിൽ നിന്ന് ബേർഡിൽ നിന്ന് സ്നേക്ക്, സ്നേക്കിൽ നിന്ന് ഹോക്ക്, അങ്ങനെ ഒരു ഫുഡ് ചെയിൻ കിട്ടുന്നുണ്ട്. ഇതേ ഗ്രാസ് തന്നെ ഗ്രാസ് ഹോപ്പർ ഫ്രോഗ്, ഓള് എന്നുള്ള രീതിയിൽ പോകുമ്പോൾ വേറൊരു ഫുഡ് ചെയിൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഒരു കമ്മ്യൂണിറ്റി, ഒരു എക്കോസിസ്റ്റം എടുക്കുവാണെങ്കിൽ ഫുഡ് ചെയിൻസ് എല്ലാം തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. ഈ ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ ഒരു സീക്വൻസ് ഓഫ് ഇത് നടക്കുന്നത് ഇപ്പൊ ഒരു ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു പോണ്ട് എടുക്കുകയാണ്. അപ്പൊ ന്യൂലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു പോണ്ട് എടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനകത്ത് ഇതുപോലെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് വെബ്സും ഫുഡ് ചെയിൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത് സക്സഷനെ കുറിച്ചാണ്. ഓക്കെ, സക്സഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആണ്. സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നൊരു പോണ്ട്, അപ്പൊ അവിടെ പുതുതായിട്ട് നമ്മൾ എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ്. അതൊരു സക്സഷൻ ആണ്. അത് ഓരോ സീക്വൻഷ്യൽ ആയിട്ട് ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിൽ നടത്തുന്ന മാറ്റമാണ് നമ്മൾ സക്സഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പ്രൈമറി സക്സഷൻ ഉണ്ട്, സെക്കൻഡറി സക്സഷൻ ഉണ്ട്. ഈ പ്രൈമറി സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രൈമറി സക്സഷൻ നടക്കുന്നത് ഓൾറെഡി ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഒരു ഇപ്പൊ ഒരു എന്താ പറയാ സോയിൽ, അതായത് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഫോറസ്റ്റ് ഫയർ വന്ന എല്ലാം നശിച്ചുപോയി പോയാൽ അവിടെ സോയിൽ ഉണ്ട്. ഓക്കെ, അങ്ങനെ സോയിൽ ഉണ്ട്. അപ്പൊ സോയിൽ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ വിത്തുകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് വെച്ച് മുളച്ച് നെക്സ്റ്റ് ഒരു ഫോറസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് സെക്കൻഡറി സക്സഷൻ ആണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോയിലിൽ നിന്ന് വീണ്ടും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് സെക്കൻഡറി സക്സഷൻ ആണ്. പ്രൈമറി സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സക്സഷനിൽ അവിടെ സോയിൽ ഇല്ല. ഇപ്പൊ ബെയർ ആയിട്ടുള്ള ഒരു റോക്ക് അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ നടന്ന ലാവയൊക്കെ വന്ന് മൂടിയ ഒരു സ്ഥലം, അവിടെ സോയിൽ ഉണ്ടായിട്ട് വേണം. സോയിൽ ഉണ്ടാവണം എങ്ങനെയാണ്? പാറയൊക്കെ ആണെങ്കിൽ ആ പാറയിലൊക്കെ ഈ പറയുന്ന ലൈക്കൺസ് പോലെ, ലൈക്കൺ എന്ന് പറയുന്നത് ഫംഗസിന്റെയും ആൽഗയുടെയും ഒരു അസോസിയേഷൻ ആണ്, സിംബിയോട്ടിക് അസോസിയേഷൻ ആണ്. അപ്പോ അതായത് ഇവര് മ്യൂച്വലിസം ആണ് അവിടെ കാണിക്കുന്നത്. ഒരാളെ ബെനിഫിറ്റ് ചെയ്താണ് ജീവിക്കുന്നത്. അവരുടെയൊക്കെ സ്പോർ വന്ന് ഈ പാറയിൽ വീണ് ഈ പാറ പൊടിഞ്ഞ് ഈ പാറ വീണ് പിന്നീട് മഴ പെയ്ത് അത് മുളച്ച് ഇവരിനകത്ത് കുറച്ച് ആസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ലൈക്കൺസിന്. അപ്പൊ ഇവർ ഈ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് പാറ പൊടിച്ച് മണ്ണ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് നടത്തിയിട്ട് വേണം സക്സഷൻ നടത്താൻ. അപ്പൊ അത് സോയിൽ ഉണ്ടാക്കിയിട്ട് വേണം. അത് കുറച്ചുകൂടെ സമയം എടുക്കും. പ്രൈമറി സക്സഷൻ ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറെ ടൈം എടുക്കും. സെക്കൻഡ് സക്സഷൻ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം തന്നെ നടക്കും. ഇനി ആദ്യമായിട്ട് ഒരു സക്സഷൻ ഏരിയയിലേക്ക് വരുന്ന
ഒരു സ്പീഷീസിനെ നമ്മൾ പൈനിയർ സ്പീഷീസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ സീക്വൻസിലായിട്ട് നടക്കുന്ന ഇവന്റ്സിനെ നമ്മൾ സിയർ എന്നുള്ള പേര് കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആ സക്സസീവ് ചേഞ്ചസിനെ നമ്മൾ സിയർ എന്നുള്ള പേര് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഓരോ സ്റ്റേജസിലും വരുന്ന ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് നമ്മൾ സിറാൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സിറാൽ സ്റ്റേജസ് എന്നുള്ളതും കൂടെ നമ്മൾ പറയാറുണ്ട്. ഇനി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഫയർ വന്നു, ഫോറസ്റ്റ് മൊത്തം കത്തി നശിച്ചു. അപ്പൊ സോയില് ചെറിയ ചെറിയ ഗ്രാസസ് വന്നു, പിന്നെ അത് വലിയ വലിയ മരങ്ങൾ, ചെറിയ ചെറിയ ഗ്രാസസ്, പിന്നെ ഹെർബ്സ്, ഷോപ്സ്, അങ്ങനെ വലിയ വലിയ മരങ്ങൾ വന്ന് ലാസ്റ്റ് അതൊരു വലിയ ഫോറസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ലാസ്റ്റ് ഒരു വലിയ ഫോറസ്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, ആ ലാസ്റ്റ് വരുന്ന കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ന്യൂഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ ഫോം ചെയ്യുന്നത്, അതായത് ഓൾറെഡി ലാൻഡ് സ്ലൈഡോ ഫ്ലഡോ ഈ ഫോറസ്റ്റ് ഫയർ ഒക്കെ വന്നിട്ട് ഒരു ഏരിയ നശിച്ചു പോയി, പിന്നീട് അത് ഫോം ചെയ്ത് വരുന്നത് നമ്മൾ ന്യൂഡേഷൻ എന്ന് പറയും. പിന്നെ ഈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ formation of new species in a fallow area and the adaptation that takes place on the plants in order to survive in the newly arrived area. The species then breeds and grow there. അതായത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈക്കൺ ഒരു സ്ഥലത്ത് വന്നു, അതവിടെ വന്ന് അതവിടെ അഡാപ്റ്റ് ചെയ്ത് അതവിടെ വളർന്ന് അത് പുതിയൊരു ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവിടെ എക്കോസിസ്റ്റത്തിൽ നടക്കുന്ന വേറൊരു മാറ്റമാണ് കോമ്പറ്റീഷൻ ആൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it occurs between species that takes place when the nutrient needed to grow in a new place are reduced. അതായത് ഒരു പുതിയ ഏരിയ, ഇപ്പൊ ഒരു പുതിയ ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ വരുന്ന ഓർഗാനിസംസ് ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. റിയാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ എൻവയോൺമെന്റ്, അതായത് അവിടെ ജീവിക്കുന്ന ഓർഗാനിസംസ് അവരുടെ എൻവയോൺമെന്റ് അവർക്കും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലൈമാക്സ് അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ, നേരത്തെ പറഞ്ഞ തന്നെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക, അതായത് ഒരു ഏരിയയിൽ എല്ലാം കഴിഞ്ഞ് ഒരു ഫൈനൽ എക്കോസിസ്റ്റം ഫോം ചെയ്യുക. ഫൈനൽ എക്കോസിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള സക്സഷൻ ഉണ്ട്. ഹൈഡ്രാക് സക്സഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെറാക് സക്സഷൻ ഉണ്ട്. ഹൈഡ്രാക് സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രാക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വെള്ളമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ വെള്ളത്തിൽ നടക്കുന്ന ടെക്സ് പ്ലേസ് ചെയ്യുന്ന, ഇപ്പൊ പോണ്ടിലോ ലേക്കിലോ ഒക്കെ ടെക്സ് പ്ലേസ് ചെയ്യുന്ന ഇക്കോളജിക്കൽ സീക്വൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സക്സഷനെയാണ് ഹൈഡ്രാക് സക്സഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഹൈഡ്രാക് സക്സഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ ബോഡീസിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ആദ്യം വെജിറ്റേറ്റീവ് സ്റ്റേജ് വരും, പിന്നെ സബ്മേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരും, പിന്നെ ഫ്ലോട്ടിംഗ് സബ്മേർജ്ഡ് പ്ലാന്റ്സ് മിക്സ് ചെയ്ത് വരും, പിന്നെ ഒരു സ്വാമ്പി ഏരിയ ആവും, അത് ഫുൾ ആയിട്ട് ഒരു ഗ്രാസ് ആയിട്ട് കൺവേർട്ട് ആകും. ഈ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. സബ്മേർജ്ഡ് ആയിട്ടുള്ള ആദ്യം ഫൈറ്റോപ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ കാണുന്ന ഓർഗാനിസംസ് ആണ്, അവർ വരും. പിന്നീട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരും, പിന്നെ സബ്മേർജ്ഡ് പ്ലാന്റ്സ് വരും. പതിയെ പതിയെ അതൊരു മാർഷി ഏരിയ ആയിട്ട് മാറും, വുഡ്ലാൻഡ് ആകും, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഫോറസ്റ്റ് ഫോം ചെയ്യും. ഇതാണ് ഹൈഡ്രാക് സക്സഷനിൽ സംഭവിക്കുന്നത്. അതായത് ഒരു വാട്ടർ ബോഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫോറസ്റ്റ് തന്നെ ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ലാസ്റ്റ് ഷ്രബ്സും ട്രീസും വരും. നെക്സ്റ്റ് ആണ് സെറാക് സക്സഷൻ. സെറാക് സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അരിഡ് ആയിട്ടുള്ള റീജിയൻസിൽ, അതായത് ഡിസേർട്ട് പോലുള്ള അരിഡ് ആയിട്ടുള്ള റീജിയൻസിലാണ് സെറാർക്ക് സക്സഷൻ. സെറോഫൈറ്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് ആണ് സെറോഫൈറ്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ്സ്. അപ്പൊ വളരെ അരിഡ് ആയിട്ടുള്ള റീജിയൻസിൽ നടക്കുന്നതാണ് സെറാർക്ക് സക്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടെമ്പറേറ്റ് സെറാക്ക് ഇതിനകത്ത് അരിഡ് ആയിട്ടുള്ള റീജിയൻസിലാണ് നടക്കുക. അവിടെയും ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രസ്റ്റോസ് ലൈക്കന്റെ ഒരു ഡിഫറെന്റ് ഫോം ആണ് ക്രസ്റ്റോസ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ഒരു പ്രതലത്തിൽ വന്നിരുന്ന ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും, അതാണ് ക്രസ്റ്റോസ് ലൈക്കൺ. അത് കഴിഞ്ഞ് ഫൊളിയോസ് ലൈക്കൺ. ഫൊളിയോസ് എന്ന് പറയുമ്പോൾ ഒരു ലീഫ് പോലെ ഇരിക്കുന്ന ലൈക്കൺ വരും, പിന്നെ ഷോർട്ട് ഫേസ് വരും, പിന്നെ ട്രീസ് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സ്റ്റേജ് വരും. അതാണ് സെറാർക്ക് സക്സഷനിലെ ഡിഫറെന്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സെറാർക്ക് സക്സഷനിലെ സ്റ്റേജസ് എന്ന് പറയുന്നത്. ആദ്യം ലൈക്കൺസ്, പിന്നെ സ്മോൾ ആനുവൽ പ്ലാന്റ്സ് വരും, പിന്നെ പെർണിയൽ ഹെർബ്സ് വരും, ഗ്രാസസ്, ഷ്രബ്സ്, ഷെയ്ഡ് ഇൻടോളറന്റ് ആയിട്ടുള്ള ട്രീസ് വരും, ഷെയ്ഡ് ടോളറന്റ് ആയിട്ടുള്ള ട്രീസും വരും. നെക്സ്റ്റ് നമുക്ക് പാട്ട് ഇത്രയാണ് സക്സഷൻ വരുന്നത്. രണ്ട് സക്സഷൻ ഉണ്ട്, ഹൈഡ്രാർക്ക് ഉണ്ട്, സെറാർക്ക് ഉണ്ട്. ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പൊ ന്യൂട്രിയന്റ് എലമെന്റ്സ് ലിവിങ് അതുപോലെ നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ നടക്കുന്നത് എങ്ങനെയാണ്? അത് അതിനെയാണ് ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ന്യൂട്രിയന്റ് എലമെന്റ്സ്
ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസിലൂടെ പാസ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തുന്ന ആ ഒരു മൂവ്മെന്റിനെയാണ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോ ഈ ജിയോ അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേര് ജിയോ കെമിക്കൽ സൈക്കിൾ എന്നും പറയാറുണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഗേഷ്യസ് സൈക്കിളും ഉണ്ട്, സെഡിമെന്ററി സൈക്കിളും ഉണ്ട്. അപ്പോ ഗേഷ്യസ് സൈക്കിൾ എങ്ങനെയാ, റിസർവോയേഴ്സ്, അതായത് എവിടെ നിന്നാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ റിസർവോയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ റിസർവോയേഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറും ഓഷ്യൻസും ആണ്. അപ്പൊ കാർബൺ സൈക്കിള്, നൈട്രജൻ സൈക്കിള് ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. കാർബൺ, നൈട്രജൻ എന്നൊക്കെ പറയുന്നത് ഗേഷ്യസ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഇനി സെഡിമെന്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ റിസർവോയർ, അതായത് എവിടെ നിന്നാണ് സെഡിമെന്ററി സൈക്കിൾ നടത്താനുള്ള സോഴ്സ് എവിടെ നിന്നാന്ന് വെച്ചാൽ സോയിലും റോക്കും എർത്ത് ക്രസ്റ്റും ഒക്കെയാണ്. ഇപ്പൊ സെഡിമെന്ററി സൈക്കിളിന്റെ എക്സാമ്പിൾ ആണ് സൾഫർ സൈക്കിൾ, വാട്ടർ സൈക്കിൾ ഒക്കെ. പിന്നെ വാട്ടർ സൈക്കിൾ, വാട്ടർ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് എക്സ്ചേഞ്ച് ആയിട്ട് നടക്കുന്നുണ്ട്. അതായത് എയറിലൂടെയും ലാൻഡിലൂടെയും സീയിലൂടെയും കോൺസ്റ്റന്റ് ആയിട്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ലിവിംഗ് ഓർഗാനിസംസ് ആൻഡ് ദയർ എൻവയോൺമെന്റ്. ഇപ്പൊ ലാർജസ്റ്റ് റിസർവോയർ വാട്ടറിന്റെ ഏതാണെന്ന് വെച്ചാൽ ഓഷ്യൻ ആണ്. സ്മോളസ്റ്റ് റിസർവോയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്, നമുക്ക് ഈർപ്പം അനുഭവപ്പെടുന്നുണ്ട്, അതും എന്ത് തന്നെയാണ്, വാട്ടറിന്റെ പ്രസൻസ് തന്നെയാണ്. എയറിലും ലാൻഡിലും സീയിലൂടെയും വാട്ടറിന് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സൈക്ലിംഗ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വാട്ടർ ബോഡി എടുക്കുകയാണ്, ഞാൻ ഒരു പോണ്ട് എടുക്കുകയാണ്. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് ആ വാട്ടർ ബോഡിയിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. അതായത് മുകളിലേക്ക് പോകുന്നത് ഏതിലൂടെ പാസ് ചെയ്യുന്നത്, എയറിലൂടെ പാസ് ചെയ്ത്, ലാൻഡിൽ നിന്നാണ് വരുന്നത്, എയറിലൂടെ പാസ് ചെയ്ത് മുകളിലേക്ക് പോകും. അത് പിന്നീട് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അത് തണുത്തുറഞ്ഞ് കണ്ടൻസ് ചെയ്തിട്ട് മേഘങ്ങൾ ഫോം ചെയ്യും. മേഘങ്ങൾ പിന്നീട് മഴയായിട്ട് താഴേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടാണ് ഈ വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഓക്കെ, കാർബൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ സൈക്ലിക് ഫ്ലോ ആണ്. ഇത് അറ്റ്മോസ്ഫിയറിലൂടെയും ഓഷ്യനിലൂടെയും ലിവിംഗ് ഓർഗാനിസംസിലൂടെയും ഡെഡ് റിമൈൻസിലൂടെയും ഒക്കെയാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ പ്ലാന്റ്സ് കാർബൺ സ്റ്റെബിലൈസേഷന് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മള് പുറത്ത് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് അതിനെ ഓക്സിജൻ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് പ്ലാന്റ്സ് നടത്തുന്നുണ്ട്. ആ പ്രോസസ്സിന്റെ പേരാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പ്ലാന്റ്സ് നടത്തുന്നുണ്ട്. അതുവഴി കാർബണിന്റെ അളവ് സ്റ്റെബിലൈസ് ചെയ്യിക്കാൻ ഇവർ സഹായിക്കുന്നുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഒക്കെ റെസ്പിറേഷൻ വഴി ആണ് ഇത് ആക്ച്വലി കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. ഇതിനെ യൂട്ടിലൈസ് ചെയ്യിക്കുന്ന ആളാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ കാണുന്ന വേറൊരു സ്റ്റോറേജ് സെന്റർ എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂൽസ് ആണ്. ഫോസിൽ ഫ്യൂൽസിനും കാർബൺ എമൗണ്ട് നന്നായി കാണുന്നുണ്ട്. ഇനി ഓഷ്യൻ വാട്ടർ, നമ്മുടെ കടൽ വെള്ളത്തിനകത്തും കാർബൺ എന്തായിട്ട് കാണുന്നുണ്ട്, ഡിസോൾവ് സ്റ്റേറ്റിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സീ വാട്ടറായിട്ട് ചേർന്ന് കാർബോണിക് ആസിഡ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അതാണ് ഡിസോൾവ് സ്റ്റേറ്റിൽ കാർബൺ സീ വാട്ടറിനകത്തും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്താണ് റിസർവോയർ, എങ്ങനെയാണ് സൈക്ലിംഗ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നൈട്രജൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നൈട്രജന്റെ ട്രാൻസിഷൻ നടക്കുന്നത് ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ്. നൈട്രജന്റെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അമോണിഫിക്കേഷൻ ഉണ്ട്, നൈട്രിഫിക്കേഷൻ ഉണ്ട്, ഡീനൈട്രിഫിക്കേഷൻ ഉണ്ട്. ഇത്തരം 4 പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. ആദ്യത്തെ നൈട്രജൻ സ്റ്റെബിലൈസേഷൻ ആണ്. അതായത് നൈട്രജനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന നൈട്രജനെ എന്താക്കി മാറ്റിയാണ്, അമോണിയയ്ക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റെബിലൈസേഷൻ. ഈ പ്രോസസ്സിൽ കുറെ ഓർഗാനിസംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു പ്രോസസ്, അതായത് ചില ഈ പറയുന്ന നൈട്രജൻ സ്റ്റെബിലൈസേഷൻ സഹായിക്കുന്ന കുറെ ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസംസ് വഴിയാണ് അമോണിയയായിട്ട് നൈട്രജനെ മാറ്റുന്നത്. ഈ ആക്ച്വലി നൈട്രജൻ എന്ന് പറയുന്നത് ഉണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സോയിലൊക്കെ ഉണ്ടെങ്കിലും പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഓർഗാനിസംസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, റൈസോബിയം, ഫ്രാങ്കിയ എന്നൊക്കെ പറയുന്ന കുറെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇവര് നമ്മുടെ ലെഗ്യൂം പ്ലാന്റ്സ്, നമ്മുടെ പയറുവർഗ്ഗങ്ങളുടെ ചെടിയില് ആ ചെടികളുടെ വേരിൽ നൊഡ്യൂൾസ്, ചെറിയ ഉണ്ട പോലെ നമുക്ക് കാണാൻ പറ്റും, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവരാണ് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ സ്റ്റെബിലൈസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് ഒരു പയർ ചെടിയാണ്. പയർ ചെടിയുടെ വേര് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ട പോലെ കാണാൻ പറ്റും. ഇത് നൊഡ്യൂൾ എന്നാണ് അതിനെ പറയാ. അതിന്റെ അതിനുള്ളിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ വലുപ്പത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് കാണുന്നത് ബാക്ടീരിയമാണ്. ഇപ്പൊ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഒക്കെയാണ്. ഈ ബാക്ടീരിയമാണ് നൈട്രജൻ എയറിൽ നിന്ന് അബ്സോർബ് ചെയ്ത് ഇതിനെ ഫിക്സ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ
സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ് ആണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അമോണിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഇപ്പോ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനും അനിമൽസിൽ നിന്നൊക്കെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രോജിനസ് ആയിട്ടുള്ള ഡെഡ് റിമൈൻസിൽ നിന്നൊക്കെ ഇത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ അതിനെയാണ് അമോണിഫിക്കേഷൻ പറയുന്നത്. വെൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ ഡെഡ് ദേ പ്രൊഡ്യൂസ് അമോണിയ ബൈ ആക്ടിങ് ഓൺ ടോപ്പ് ഓഫ് ദെയർ നൈട്രോജിനസ് ഡെഡ് റിമൈൻസ്. അപ്പൊ നമ്മുടെ ബോഡിയിലൊക്കെ നൈട്രജന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അതില് ആക്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഓർഗാനിസംസ് ഒക്കെ ആക്ട് ചെയ്തുകൊണ്ട് ഡെഡ് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ശരീരത്തിൽ നിന്ന് അമോണിയ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ ആ ഒരു പ്രോസസ്സാണ് അമോണിഫിക്കേഷൻ. നെക്സ്റ്റ് നൈട്രിഫിക്കേഷൻ ആണ്. അമോണിയനെ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ചില ബാക്ടീരിയാസ് ഉണ്ട്. അവരെ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡീനൈട്രിഫിക്കേഷൻ ആണ്. ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീനൈട്രിഫൈ ചെയ്യുന്ന ബാക്ടീരിയാസ് നൈട്രജൻ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും നൈട്രജനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. അതായത് ഡീനൈട്രിഫൈ ചെയ്യാൻ കഴിയുന്ന ചില ബാക്ടീരിയാസ്, സ്യൂഡോമോണസ് ഒരു എക്സാമ്പിൾ ആണ്, ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണസ്. ഡീനൈട്രിഫിക്കേഷൻ ആണ് അത് സഹായിക്കുന്നത്. നൈട്രജൻ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നൈട്രജനെ മാത്രമായി അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് സ്യൂഡോമോണസ്. ഈ ഒരു പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് നൈട്രജൻ സൈക്കിൾ. നൈട്രജൻ സൈക്കിൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഈ സൈക്കിൾസിലെല്ലാം വെച്ച് നോക്കുമ്പോൾ കേജ് സൈക്കിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നൈട്രജൻ സൈക്കിൾ ആണ്. ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഓർഗാനിക് മെംബ്രെയിൻസിലെ ഒരു മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. കൂടാതെ നമ്മുടെ ന്യൂക്ലിക് ആസിഡ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള DNA, RNA പോലുള്ള ന്യൂക്ലിക് ആസിഡ്സിനകത്ത് കാണുന്നുണ്ട്. എനർജി ട്രാൻസ്ഫർ സിസ്റ്റംസ് സെൽസിൽ കാണുന്നിടത്തൊക്കെ ഫോസ്ഫറസിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഈ ഫോസ്ഫറസിന്റെ നാച്ചുറൽ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ റോക്സ് ആണ്. അതായത് ഫോസ്ഫറസ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് ഫോസ്ഫേറ്റ്. റോക്സിനകത്ത്, അതായത് പാറകളിനകത്ത് ഫോസ്ഫേറ്റിന്റെ ഫോമിലാണ് കാണുന്നത്. ഓക്കെ, ഇനി അപ്പൊ എത്രയാണ് ആ ഒരു സൈക്കിൾ നമുക്ക് പഠിക്കാനുള്ളത്. ആക്ച്വലി ഫോസ്ഫറസ് സൈക്കിൾ ഒരു സെഡിമെന്റേഷൻ സൈക്കിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെഡിമെന്ററി സൈക്കിൾ ഉണ്ട്, ഗേഷ്യസ് സൈക്കിൾ ഉണ്ട്. സെഡിമെന്ററി സൈക്കിൾ എന്ന് പറയുന്നത് റിസർവോയർ എപ്പോഴും റോക്കോ അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഇവിടെ ഫോസ്ഫറസ് എവിടെ കാണുന്നത്, നാച്ചുറൽ സോഴ്സ് ആയിട്ട് ഫോസ്ഫറസ് കാണുന്നത് റോക്സിലാണ്. അതുകൊണ്ട് ഫോസ്ഫറസ് കാണുന്നത് റോക്സിലായതുകൊണ്ട് അവിടുത്തെ റിസർവോയർ ആയതുകൊണ്ട് ഇതിനെ സെഡിമെന്ററി സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. അത്രയാണ് ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് വരുന്നത്. നെക്സ്റ്റ് ഓർഗാനിസം റിലേഷൻസ് ആണ്. അതായത് മ്യൂച്വലിസം, അതുപോലെ കൊമൻസാലിസം, അമൻസാലിസം, കോമ്പറ്റീഷൻ, പാരസൈറ്റിസം പോലുള്ള ഡിഫറെന്റ് റിലേഷൻസ് ആണ്. മ്യൂച്വലിസം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ലൈക്കൺ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. ലൈക്കൺ എന്ന് പറയുമ്പോൾ മ്യൂച്വലിസ്റ്റിക് ആയിട്ടാണ് അവിടെ ആൽഗയും ഫംഗസും ജീവിക്കുന്നത്. അപ്പൊ ആൽഗ എന്ന് പറയുന്ന ഒരു പ്ലാന്റും ഫംഗസും കൂടി, ഫംഗസ് എന്ന് പറയുമ്പോൾ കൂണൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവര് കോ എക്സിസ്റ്റ് ചെയ്യാണ്. അതായത് ഒരാളുണ്ടെങ്കിൽ മറ്റാള് ഹെൽപ്പ് ചെയ്യും, മറ്റാൾ ഇപ്പുറത്തെ ആളും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മ്യൂച്വലിസത്തിൽ നടക്കുന്നത്. ഇവിടെ രണ്ട് ഓർഗാനിസംസും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിഷ്യൽ ആണ്. അപ്പോ ലൈക്കന്റെ കേസിൽ ആൽഗയും ഉണ്ട്, ഫംഗസും ഉണ്ട്. ആൽഗ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആൽഗ ഗ്രീൻ കളർ ആണ്, അതിനകത്ത് ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ട് അത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തി എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അത് ഫംഗസിന് കൊടുക്കും. ഫംഗസിന് ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിൽ ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യും, ആൽഗയിൽ നിന്ന് എനർജി എടുക്കും. പകരം ഫംഗസ് ആൽഗയ്ക്ക് എന്ത് ചെയ്തു കൊടുക്കും, ആൽഗയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. കൂടാതെ ആൽഗയ്ക്ക് അത്ര വളരെ ഇലോബറേറ്റ് ആയിട്ട് ഈ പറയുന്ന വാട്ടറിനെയോ അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ ഒന്നും വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഫംഗസിന് അങ്ങനെ ഹോസ്റ്റോറിയ പോലുള്ള റൈസോബിയം പോലുള്ള കുറെ സാധനങ്ങൾ, ഹോസ്റ്റോറിയ പോലുള്ള കുറെ സാധനങ്ങൾ അവർക്കുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അവർക്ക് മൈസീലിയ ഉണ്ട്. അപ്പൊ അവരത് വെച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് ഹൈഫേ എന്നൊക്കെ പറയും, അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇവര് വാട്ടറിനെയും ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസിനെ ആൽഗയ്ക്ക് കൊടുക്കും, അതിന്റെ പകരം എനർജി കൊടുക്കും. അപ്പൊ ഇവര് തമ്മിൽ ഒരു സിംബിയോട്ടിക് അസോസിയേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലെഗ്യൂം പ്ലാന്റ്, ലെഗ്യൂം എന്ന് പറഞ്ഞാൽ പയർവർഗ്ഗത്തിന്റെ പ്ലാന്റിനെയാണ് നമ്മൾ ലെഗ്യൂം എന്ന് പറയുന്നത്. അതിനകത്ത് അതിന്റെ റൂട്ടിനകത്ത് നൊഡ്യൂൾസ് ഉണ്ട്, ചെറിയ ചെറിയ ഉണ്ട പോലെ കാണും. അതിനകത്ത് ബാക്ടീരിയ ഉണ്ട്. അതിനകത്തുള്ള റൈസോബിയ പോലുള്ള ബാക്ടീരിയാസ് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ലെഗ്യൂമിന് എന്ത് കിട്ടുന്നുണ്ട്, ലെഗ്യൂം പ്ലാന്റിനെ സംബന്ധിച്ച് അതിന് നൈട്രജൻ കിട്ടുന്നുണ്ട്. ബാക്ടീരിയയെ സംബന്ധിച്ച് അതിന് ജീവിക്കാൻ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്, അല്ലെ? ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൗ ആൻഡ് കൗ, ഇനി അതെങ്ങനെയാണ് മ്യൂച്വലിസ്റ്റിക് ആകുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നല്ല
പുൽമൈതാനത്തിൽ ഒരു പശുവിനെ മെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ പശു പോകുന്നതിന്റെ ഒപ്പം തന്നെ പോകുന്ന കാണാം കാക്കയൊക്കെ. അവിടെ ഈ പശുവിന്റെ പുറത്ത് ചെല്ല് പോലെയുള്ള ചെറിയ ചെറിയ ഓർഗാനിസംസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും, ഇതിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഈ കാക്ക പോയിട്ട് അതിനെ കൊത്തി തിന്നും. അപ്പൊ കാക്കയ്ക്ക് വിശപ്പ് മാറും. പശുവിനാണെങ്കിൽ പശുവിനെ നല്ല അത് ഈ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഇച്ചിങ് ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഓർഗാനിസംസ് പശുവിന് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ഇറിറ്റേഷനും ഇച്ചിങ്ങിനും ഒക്കെ പശുവിന് ഒരു റിലീഫ് കിട്ടും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലവറും ബട്ടർഫ്ലൈയും. ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു സാധനമാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്ലവറിൽ നിന്ന് തേൻ നുകരാൻ വരുന്ന ബട്ടർഫ്ലൈ എന്ത് ചെയ്യും, അതിനെ പോളൻ ഗ്രെയിൻസിനെ അതിനെ പുറത്ത് കൊണ്ടുപോയി അടുത്തൊരു പ്ലാന്റിൽ ചെന്ന് പോളിനേഷൻ നടത്തും. ആ പോളിനേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസവും മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആയിട്ട് വരും. നമ്മൾ എന്തൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞു? ലൈക്കൺ പറഞ്ഞു, ബാക്ടീരിയ ആൻഡ് എയർ റൂട്ട് പറഞ്ഞു, ബാക്ടീരിയ ആൻഡ് ലെഗ്യൂം പ്ലാന്റ് ഇൻ ദയർ റൂട്ട്, പിന്നെ ക്രോ ആൻഡ് കൗ പറഞ്ഞു, ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ പറഞ്ഞു. ഇത്തരം മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. മ്യൂച്വലിസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്താണ് കമൻസാലിസ്. ഇ ആണ് കമൻസാലിസത്തിന്, ഇ ആണ് കമൻസാലിസം. കമൻസാലിസം എന്ന് പറയുന്നത് ഇതുപോലൊരു ഇന്റർ റിലേഷൻഷിപ്പ് ആണ് രണ്ട് ഓർഗാനിസംസ് തമ്മിലുള്ളത്. ഇവിടെ ഒരു പാർട്ട്ണർ ബെനിഫിറ്റും മറ്റേ പാർട്ട്ണറിന് ബെനിഫിറ്റും ഇല്ല, ഹാമും ഇല്ലാത്ത അവസ്ഥയാണ്. അതായത് ഒരാൾക്ക് നല്ല ഗുണമാണ്, മറ്റൊരാൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല. അപ്പോ ട്രീയില് സ്റ്റിക്ക് ചെയ്ത് വളരുന്ന ചില പ്ലാന്റ്സിനൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കമൻസാലിസത്തിന് എക്സാമ്പിൾ ആണ്. കൂടാതെ കമൻസാലിസത്തിന് മറ്റൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ തിമിംഗലൊക്കെ പോകുന്നതിന്റെ ഡിസ്കവറി ചാനലിൽ ഇമേജസ് ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അതിന്റെ താഴെ കൂടെ ചില ഫിഷുകൾ, അതിന് സക്കർ ഫിഷ് എന്നാണ് പറയാ, ഫിഷുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കുഞ്ഞു കുഞ്ഞു ഫിഷുകൾ പോകുന്നതാണ്. അപ്പൊ ഈ കുഞ്ഞു ഫിഷുകൾക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ തിമിംഗലം തിന്നിട്ട് ബാക്കി വരുന്നത്, തിമിംഗലം നന്നായി വേട്ടയാടി കഴിക്കുന്ന ഒരു പ്രിഡേറ്റർ ആണ്. അപ്പൊ അത് നന്നായി തിന്നിട്ട് അതിന്റെ ബാക്കിയൊക്കെ വരുന്നത് ഈ സക്കർ ഫിഷിന് തിന്നാൻ കിട്ടും. പക്ഷെ അപ്പൊ സക്കർ ഫിഷിന് അത് ഗുണമാണ്. പക്ഷേ തിമിംഗലത്തെ സംബന്ധിച്ച് സക്കർ ഫിഷ് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതാണ് പറഞ്ഞ, ഒരാൾക്ക് ഹാമും ഉണ്ടാവില്ല ബെനിഫിറ്റും ഉണ്ടാവില്ല, മറ്റൊരാൾക്ക് ഗുണമുള്ളൊരു ഇതാണ് കമൻസാലിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത അമെൻസാലിസം. അമെൻസാലിസത്തിന് ഈ ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സ്പീഷീസ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഹാർംഫുൾ ടു വൺ ആൻഡ് അതർ ഹാസ് നോ ബെനിഫിറ്റ് ഓർ ഹാം. അതായത് ഇവിടെ കമൻസാലിസത്തിനല്ല, നേരെ തിരിച്ചാണ്. ഇവിടെ എങ്ങനെയാണ്, രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഇവിടെ ഒരെണ്ണത്തിന് അത് എക്സ്ട്രീംലി ഹാർംഫുൾ ആണ്, മറ്റതിന് ബെനിഫിറ്റും ഇല്ല ഹാമും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ അമെൻസാലിസത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ പൈൻ ട്രീസ്. പൈൻ ട്രീസ് നമുക്കറിയാം, നമുക്കിവിടെ അത്ര കോമൺ അല്ലെങ്കിലും കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത്, ഇപ്പൊ ഹിമാലയം പോലുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ പോയാൽ പൈൻ മരങ്ങൾ കാണും. ഈ പൈൻ മരങ്ങൾ വളരെ ഹൈറ്റിൽ വളരും, വളരെ കനോപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ലീഫൊക്കെ വന്ന് തിക്കായിട്ട് വളരും. അപ്പൊ ഉള്ളിലേക്ക് സൺലൈറ്റിനെ കടത്തി വിടാത്തൊരു അവസ്ഥ വരാറുണ്ട്. സൺലൈറ്റിനെ കൃത്യമായിട്ട് താഴെ കടത്തി വിടില്ല ഈ പൈൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ വളരുന്ന പ്ലാന്റ്സ് ഇല്ലേ, അതിന് കൃത്യമായിട്ട് സൺലൈറ്റ് കിട്ടില്ല. മെൻസാലിസം. ആ മെൻസാലിസത്തിൽ എന്താ വരുന്നത്, ഒരാൾക്ക് ബെനിഫിറ്റ്, പൈൻ മരങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. പക്ഷെ അതുവഴി അതിന് ബെനിഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, അത് നല്ല ഹൈറ്റിൽ വളരും, നല്ല സൺലൈറ്റ് കിട്ടും, നല്ല എന്താ പറയാ റെയിനൊക്കെ നല്ല വന്ന് വീഴും. പക്ഷെ താഴെ വളരുന്ന പ്ലാന്റ്സിന് ഹാർംഫുൾ ആയിരിക്കും. അതാണ് മെൻസാലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ റിസോഴ്സ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓർഗാനിസംസ് തമ്മിൽ ആ റിസോഴ്സിന് വേണ്ടിയിട്ട് അടിയുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ റീൽസിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്, നല്ല വേനൽക്കാലം ആകുന്ന സമയത്ത് വെള്ളം കിട്ടാത്ത, ഉൾ ഫോറസ്റ്റിലൊന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പൊ വെള്ളം വറ്റി കിടക്കുന്ന സമയമാണെങ്കിൽ ഇപ്പൊ ആനകളൊക്കെ വരുന്നുണ്ടെങ്കിൽ വേറൊരു ഓർഗാനിസത്തിന് അവിടെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞു ഓർഗാനിസംസ് ഒന്നും അവിടെ ആ വെള്ളത്തിന്റെ അടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരായിരിക്കും മൊത്തത്തിൽ ആനകൾ അതങ്ങനെ ഏറ്റെടുത്ത് അവർ വെള്ളം കുടിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു റിസോഴ്സ്, അത് വാട്ടർ എന്ന് പറയുന്ന റിസോഴ്സ് നല്ല സമ്മർ സീസൺ വരുമ്പോൾ കുറവാണ്. ആ ഒരു റിസോഴ്സിന് വേണ്ടി ആനയെ പോലുള്ള വലിയൊരു ജീവിയും ചിലപ്പോൾ ഒരു ചെറിയ ജീവിയും തമ്മിൽ ഒരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഫുഡ് സോഴ്സ്. ഇപ്പൊ മാനൊക്കെ വേട്ടയാടി തിന്നുന്ന ആൾക്കാരാണ്, സിംഹമാണെങ്കിലും കടുവയാണെങ്കിലും പുലിയാണെങ്കിലും. ഇപ്പൊ കടുവയും പുലിയും സിംഹവും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോറസ്റ്റില് മാൻ എന്ന് പറയുന്ന ആ ഒരു പ്രേ ആണ് അവർക്കത്. മാനിനെ പ്രേ ആയിട്ടും നമുക്ക് പുലിയെ പ്രിഡേറ്റർ ആയിട്ടും കണക്കാക്കാം. അപ്പൊ ആ ഒരു മാനിന് വേണ്ടിയിട്ട് ഇവർ 3 പേരും കൂടെ കോമ്പീറ്റ് ചെയ്യാണ്. അതിൽ ഒരാൾക്കാണ് വിജയം ഉണ്ടാവുള്ളൂ. അതായത് തുടക്കം നോക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും, ഇനീഷ്യലി നോക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടർക്കും ഹാർംഫുൾ ആണ്. രണ്ടു കൂട്ടർക്കും ചിലപ്പോൾ പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്.
ഇനീഷ്യലി ഹാംഫുൾ ആണെങ്കിലും രണ്ടു കൂട്ടർക്കും ഹാംഫുൾ ആണെങ്കിലും പിന്നീട് വിന്നർ ആകുന്ന ആൾക്ക്, അതായത് ആരാണോ കോമ്പറ്റീഷനിൽ വിൻ ആകുന്നത് ആ ആൾക്ക് എന്തായിരിക്കും ഇത് ബെനഫിഷ്യൽ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ റൈസും വീറ്റ്സും പറയാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് റൈസും വീറ്റ്സും എന്ന് പറഞ്ഞാൽ കളകൾ. അതായത് ഇപ്പൊ നമ്മൾ നെല്ല് വിതയ്ക്കുകയാണ് പാടത്ത്. നെല്ല് വിതയ്ക്കുന്ന സമയത്ത് നെല്ലിനോടൊപ്പം തന്നെ വളരുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന ഗ്രാസസും വീഡ്സും ഒക്കെ അതിന് ഇൻബിറ്റ്വീൻ കാണാൻ പറ്റും. അപ്പൊ ഇൻബിറ്റ്വീൻ വരുന്ന ഈ വീഡ്സും ഗ്രാസസും ഒക്കെ റൈസിനുമായിട്ട് എന്തെങ്കിലും റിസോഴ്സസിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കും. അതായത് റൈസിന് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂട്രിയൻസോ വളമോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കളകളും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കോമ്പീറ്റ് ചെയ്യും. ഓക്കെ, അതായത് കളകള് ഇത് തന്നെ വലിച്ചെടുത്തിട്ടായിരിക്കും അവിടെ വളരുന്ന വീഡ്സും ജീവിക്കുന്നത്. അപ്പൊ ഈ റൈസും വീഡ്സും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരും. വീഡ്സ് ഒരുപാടുള്ള പാടമാണെങ്കിൽ റൈസ് അത്ര നല്ല രീതിയിൽ വളരില്ല. വീഡ്സ് ആയിരിക്കും കുറച്ചുകൂടെ എക്സ്റ്റാബ്ലിഷ് ആയിട്ട് വളരുക. അപ്പൊ കോമ്പറ്റീഷൻ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനിന് വേണ്ടി പുലിയും കടുവയും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിമിറ്റഡ് റിസോഴ്സിന് വേണ്ടി രണ്ട് ഓർഗാനിസംസ് തമ്മിൽ തല്ലുകൂടുന്നതോ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്നതോ കോമ്പറ്റീഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് പ്രിഡേഷൻ എന്ന് പറയുന്നത്. പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രേ പ്രിഡേറ്റർ റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. രണ്ട് ഓർഗാനിസത്തിൽ ഒരെണ്ണത്തിന് ബെനിഫിഷ്യൽ ആണ്, ഒരെണ്ണത്തിന് അത് ഭയങ്കര ഹാംഫുൾ ആണ്. നേരത്തെ പറഞ്ഞ മാനും പുലിയും എടുക്കാം. ഡിയറിനെ കൊന്നു തിന്നുന്നത് മൂലം പുലിക്ക് എന്താണ്, പുലിയുടെ വിശപ്പ് മാറും. അതിന്റെ ഒരു ബേസിക് നീഡ് അത് മാറി കിട്ടും. പക്ഷെ മാനിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഹാംഫുൾ ആണ്. അതാണ് പ്രിഡേഷൻ. പ്രിഡേഷനെ സംബന്ധിച്ച് രണ്ട് കൂട്ടറാണ് വരുന്നത്. ഒരു പ്രേ ഉണ്ടാവും, ഒരു പ്രിഡേറ്ററും ഉണ്ടാവും. പ്രേ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മാനാണ്. പ്രിഡേറ്റർ എന്ന് പറയുന്നത് പുലി, കടുവ, സിംഹം പോലുള്ള കാർണിവേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഒരെണ്ണത്തിന് ബെനിഫിറ്റിലാണ്, മറ്റൊരെണ്ണത്തിന് ബാഡ് ആണ്. എക്സാമ്പിൾ നമുക്ക് ടൈഗറും എന്താ പറയാ ഡിയറും പറയാൻ പറ്റും. ഇതാണ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. പാരസൈറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അകത്തോ ബോഡിക്കുള്ളിലോ ജീവിക്കുന്ന മറ്റു ഓർഗാനിസംസ് ആണ് പാരസൈറ്റ്സ്. ഇവര് ആ ഒരു ഏത് ഓർഗാനിസത്തിനുള്ളിലാണോ താമസിക്കുന്നത്, ഏത് ഓർഗാനിസത്തിന്റെ പുറത്താണോ താമസിക്കുന്നത്, ആ ഓർഗാനിസത്തിൽ നിന്നായിരിക്കും ഫുഡ് റിസീവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പാരസൈറ്റ്സ് കാണുന്ന അല്ലെങ്കിൽ പാരസൈറ്റ്സ് ജീവിക്കുന്ന ഓർഗാനിസംസിനെ നമ്മൾ ഹോസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ പാരസൈറ്റ്സ് ജീവിക്കുന്ന ഓർഗാനിസംസിന് നമ്മൾ ഹോസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ ഹോസ്റ്റും പാരസൈറ്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് പാരസൈറ്റിസത്തിനകത്ത് വരുന്നത്. ഓക്കെ, പ്രോസസ്സിനെ പാരസൈറ്റിസം എന്ന് വിളിക്കും. ഈ ഏത് ഓർഗാനിസത്തിലാണോ പാരസൈറ്റ് ജീവിക്കുന്നത് ആ ഓർഗാനിസത്തിനെ ഹോസ്റ്റ് എന്ന് വിളിക്കും. മെയിൻ ആയിട്ട് ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും ഈ പാരസൈറ്റ്സ് ഈ അല്ലെങ്കിൽ ചിലപ്പോ വൈറസ് ഒക്കെ ആണെങ്കിൽ ഒരു ഹോസ്റ്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതായത് പ്ലാന്റ് അല്ല, ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. അനിമലോ ആകാം, ഒരു അനിമലോ പ്ലാന്റോ ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ലിവിങ് ആകുള്ളൂ. ഹോസ്റ്റിന്റെ പുറത്ത് അത് നോൺ ലിവിങ് ആണ്. അപ്പൊ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലോ അതിന്റെ റീപ്രൊഡക്ഷൻ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഹോസ്റ്റിനകത്ത് കയറണം. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് ഫുഡിനും ഈ പറയുന്ന ജീവിക്കാനും റീപ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഹോസ്റ്റിനെ പാരസൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പാരസൈറ്റിസം നമുക്ക് എക്ടോ പാരസൈറ്റ്സ്, എൻഡോ പാരസൈറ്റ് എന്ന് പറയാം. എൻഡോ മീൻസ് ഉള്ളില്, എക്ടോ മീൻസ് പുറത്ത്. അപ്പൊ പുറത്ത് അതായത് ബോഡിയുടെ പുറത്തുള്ള പാരസൈറ്റ്സ് ഉണ്ട്, ബോഡിക്ക് അകത്തുള്ള പാരസൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഗട്ടിനകത്തൊക്കെ ഒരുപാട് ബാക്ടീരിയാസ്, അത് ഹാർംഫുൾ ആയതും ഉണ്ടാവും, നമുക്ക് യൂസ്ഫുൾ ആയതും ഉണ്ടാവും. അപ്പൊ ഹാർംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ അത് പാരസൈറ്റ് ആണ്, അത് ബോഡിക്ക് അകത്താണ്. ഇനി ബോഡിക്ക് പുറത്ത് ഇപ്പൊ ലൈസോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ജീവികളൊക്കെ നമ്മുടെ തലയിൽ ഉള്ള പെയിൻ അങ്ങനത്തെയൊക്കെ പാരസൈറ്റ്സ് ആണ്. അത് നമ്മുടെ ബോഡിയുടെ പുറത്താണ്. ഓക്കെ, എൻഡോയും എക്ടോയും ആണ്. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പാരസൈറ്റ്സിനെ തിരിക്കാൻ പറ്റും. അപ്പോ അതുപോലെ ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, മാംഗോ ട്രീയും ലൊറാന്തസും. മാംഗോ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ്, ലൊറാന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിക്കണ്ണി. ഇത്തിക്കണ്ണി എന്നാണ് നമ്മുടെ ഇതിൽ ഒരു മലയാളത്തിൽ പറയാ, ഇത്തിക്കണ്ണി. അപ്പൊ ഇത്തിക്കണ്ണി വളരുന്ന മാവിന്റെ കൊമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇത്തിക്കണ്ണി ഒരു പാരസൈറ്റ് പോലെയാണ് ആക്ച്വലി. ഇത്തിക്കണ്ണി വളരുന്ന മാവിന്റെ കൊമ്പിൽ നിന്ന് അത് മാക്സിമം സാധനങ്ങൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ മാംഗോ ട്രീ, ലൊറാന്തസ് നമുക്ക് വേണമെങ്കിൽ പാരസൈറ്റിസത്തിന്റെ അവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറസ് ഹോസ്റ്റിനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്ടീരിയ ഹോസ്റ്റിനെ എഫക്ട് ചെയ്യുന്നു, നമുക്ക് എന്തായിട്ട് പറയാം, പാരസൈറ്റിസം ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് എടുക്കട്ടെ.
ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. അതിനും കൂടെ ഉള്ള ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കണം. ഒരു മിനിറ്റ്, ഞാൻ സ്ലൈഡ് നോക്കുവാണ്. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് പാരസൈറ്റിസം? ഒരു റിപ്ലൈ തരൂ. മെസ്സേജ് വഴി റിപ്ലൈ തന്നാലും മതി. എന്താണ് പാരസൈറ്റിസം? ഓക്കെ, പാരസൈറ്റിസം എന്താണെന്ന് പറയും. അത് റിപ്ലൈ തരുന്നില്ലല്ലോ. ഓക്കെ, ഹോസ്റ്റിന് ഹാർംഫുൾ ആണ്, പാരസൈറ്റിനോ? പാരസൈറ്റിന് എന്താണ് പ്രശ്നം? പാരസൈറ്റിസിന് ഗുണമാണ്. ഓക്കെ, ഇനി കമൻസാലിസത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കൂ. കമൻസാലിസം. മ്യൂച്വലി ഗുഡ് ആണോ കമൻസാലിസം? ഒന്ന് ആലോചിച്ച് നോക്കൂ. കമൻസാലിസം എന്താ പറഞ്ഞത്? മ്യൂച്വലി ഗുഡ് ആയത് നമ്മൾ മ്യൂച്വലിസം ആണ് പറഞ്ഞത്. കമൻസാലിസം പറഞ്ഞാൽ ഒരാൾക്ക് ഗുണമാണ്, മറ്റാൾക്ക് ഗുണമില്ല, ദോഷവും ഇല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്, അതായത് ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോ ഒരാളുടെ, അതായത് അനാരോഗ്യകരമായിട്ടുള്ള ജീവിത ശൈലി മൂലം, അതായത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുമൂലം ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഒന്ന് പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ ഒബസിറ്റി ആണ്. പിന്നെ കൊളസ്ട്രോള്, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, അതുപോലെ ഡയബറ്റിസ്, അതിരോസ്ക്ലീറോസിസ്. ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യകരമല്ല, അതായത് നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത്, നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാത്ത അവസ്ഥ, പുകവലി, മദ്യപാനം, നമുക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ, മാനസികമായിട്ടുള്ള സമ്മർദ്ദം, നമ്മൾ ഭയങ്കര പ്രഷറൈസ് ചെയ്യുന്നു, സ്ട്രെസ് എടുക്കുന്നു, ആഹാരത്തിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല, മയക്കുമരുന്നിന്റെ ഉപയോഗം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യത്താണ് പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബസിറ്റി എന്ന് പറയുന്നത്. ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തില് ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി. ഒരാളുടെ ഭാരത്തെ ആ വ്യക്തിയുടെ ഉയരം കൊണ്ട് ഉയരത്തിന്റെ വർഗം കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ഹൈറ്റ് എടുക്കുകയാണ്, അതിനെ സ്ക്വയർ ചെയ്തു, അതിനെ സ്ക്വയർ ചെയ്തിട്ട് അയാളുടെ ഭാരം കൊണ്ട് ഹരിക്കുന്നു, അപ്പൊ നമുക്കൊരു തുക കിട്ടും. അതിനെയാണ് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് പൊണ്ണത്തടി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് BMI മൂല്യം 30-ൽ കൂടുതലാകുന്ന സമയത്താണ് ഒരാൾക്ക് പൊണ്ണത്തടി ആവുന്നത്. അതായത് നമ്മൾ അതിനൊരു നേരത്തെ പറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് ഇല്ലേ, അതാണ് BMI എന്ന് പറയുന്നത്, ബോഡി മാസ് ഇൻഡെക്സ്. അതിന്റെ ഒരു വാല്യൂ 30-ൽ കൂടുന്ന സമയത്ത് ഒരാൾക്ക് പൊണ്ണത്തടി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് അയാളുടെ ഹൈറ്റും അയാളുടെ ഉയരത്തിന്റെ വർഗവും കൂടെ ഹരിക്കുന്ന സമയത്ത് നമുക്ക് 30-ൽ കൂടുതലുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് പൊണ്ണത്തടി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി 25 മുതൽ 30 വരെ ആണെങ്കിൽ അമിതവണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, പൊണ്ണത്തടിക്ക് കാരണം ആയേക്കാവുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹൃദയരോഗം ഉണ്ട്, അല്ലെങ്കിൽ പക്ഷാഘാതം, നമുക്ക് സ്ട്രോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് 2 പ്രമേഹം ഉണ്ട്,
ടൈപ്പ് 2 പ്രമേഹമുള്ള സമയത്ത് നമുക്ക് ഷുഗർ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ തടി വെക്കും. ഇനി എന്തെങ്കിലും ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിന്റെ ഒക്കെ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തടി വെക്കും. ഫാറ്റി ലിവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അർബുദം ക്യാൻസർ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പൊണ്ണത്തടി അതിന്റെ ഒരു സൈഡ് എഫക്ട് പോലെ നമുക്ക് വരാറുണ്ട്. ഇനി പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന രോഗമാണ് സ്ട്രോക്കും മൈഗ്രെയിനും സ്ട്രോക്കും പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. 2 രോഗങ്ങളാണ്. കരളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അതായത് നമ്മൾ ആൽക്കഹോൾ കഴിച്ചതുകൊണ്ടല്ല നമുക്ക് ഇത്തരത്തില് ഫാറ്റി ലിവർ വന്നത്. നോൺ ആൽക്കഹോളിക് ആണ്. അതായത് ആൽക്കഹോൾ ഇല്ലെങ്കിൽ പോലും കരളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇനി വയറിൽ അധികമായിട്ട് കൊഴുപ്പ് അടിയുക, ഉയർന്നമായിട്ട് രക്തസമ്മർദ്ദം, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുക, രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടുക, രക്തത്തിൽ ട്രൈഗ്ലിസറൈഡുകളുടെ ഉയർന്ന അളവ്, അതുപോലെ ലോ സെറം ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസിന്റെ ഉയർന്ന അളവ്, ഇതിന് ഏതെങ്കിലും ഒരു 3 അവസ്ഥയിൽ ഉണ്ടെങ്കിൽ ഇതിനെ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് വിളിക്കുന്നത്. ഇത് പൊണ്ണത്തടി മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം. ഇപ്പൊ വയറിൽ അധികമായിട്ട് കൊഴുപ്പടിയുമ്പോൾ വയറ് വന്ന് വീർത്തുമുട്ടും, ഉയർന്നമായിട്ടുള്ള രക്തസമ്മർദ്ദം, അതായത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക, രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടുക, രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിഡ് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റിന്റെ ഒക്കെ ഒരു ഭാഗമാണ്, ഫാറ്റി ആസിഡ്സിന്റെ ഭാഗമാണ്, അതിന്റെ അളവ് കൂടുക, ലോ സെറം ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീന്റെ അളവ് അതായത് LDLന്റെ അളവ് കൂടുക. ഇതൊക്കെയാണ് മെറ്റബോളിക് സിൻഡ്രോമിന് കാരണം. ഈ മെറ്റബോളിക് സിൻഡ്രോം പൊണ്ണത്തടി മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇനി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇപ്പൊ ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാട് സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൃദയ രോഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കൊഴുപ്പടിഞ്ഞിട്ട് രക്തധമനികളുടെ വ്യാസം കുറയും. അതായത് രക്തധമനികൾ ഒരു പർട്ടിക്കുലർ സൈസിലായിരിക്കും ഉണ്ടാവുക. ഇനി കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ അതിലൂടെ ബ്ലഡിന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് വന്ന് അടയും. അതിന്റെ വ്യാസം കുറയും. അതിനെയാണ് നമ്മൾ അമിത രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുമ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140ൽ കൂടുതലായിരിക്കും. ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 mmHg-നേക്കാളും കൂടുതലാകുമ്പോഴാണ് നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് നൽകുന്ന മരുന്നുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അമാൽഡോപൈൻ, ടെൽമിസാർട്ടൻ, അതുപോലെ ക്ലോർടാലിഡോൺ എന്നൊക്കെ പറയുന്ന ഒരുപാട് മരുന്നുകളാണ് ഇതിന് അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മരുന്നുകളാണ്. ഇനി ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയെ പറയുന്ന പേരാണ് ആൻജിന. അതായത് ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് രക്തം എത്തുന്നില്ല, അത് തടസ്സം വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നെഞ്ചുവേദനയെയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. ഇനി ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി അവയുടെ വ്യാസം കുറയുന്നത് മൂലം രക്തപ്രവാഹം കുറയുന്ന ഒരു അവസ്ഥയാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ട് അവയുടെ വ്യാസം കുറയുന്നത് മൂലം രക്തപ്രവാഹം കുറയുന്ന ഒരു അവസ്ഥയാണ് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം കുറയുന്ന അവസ്ഥയാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം കുറയുന്ന അവസ്ഥയാണ് കൊറോണറി ഹാർട്ട് ഡിസീസസ്. ഓക്കെ, ഇനി ശരീരത്തില് ഇനി പ്രമേഹം എന്ന് പറയുന്ന അടുത്ത രോഗമാണ് നമ്മൾ നോക്കുന്നത്. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഈ പാൻക്രിയാസിൽ ചിതറിക്കിടക്കുന്ന കുറച്ച് കോശ സമൂഹങ്ങളുണ്ട്, അതിനെ വിളിക്കുന്നതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ ആണ്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കഗോണും ഇൻസുലിനും ആണ്. ഓക്കെ, ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോണും ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനുമാണ്. ഈ ഇൻസുലിൻ ഗ്ലൂക്കഗോണുമാണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നെക്സ്റ്റ്, കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് അനിമൽ ടിഷ്യൂവിൽ ഗ്ലൈക്കജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനെയാണ് നമ്മൾ ഗ്ലൂക്കഗോൺ, അതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കി മാറ്റുന്ന ഹോർമോണിനെ നമ്മൾ ഇൻസുലിൻ എന്ന് പറയും. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കി മാറ്റുന്നത് ഇൻസുലിൻ ആണെങ്കിൽ
ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഗ്ലൂക്കഗോൺ ആണ്. അപ്പൊ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥയെയാണ് നമ്മൾ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർ ഗ്ലൈസീമിയ. ആഹാരത്തിന് മുൻപ് ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 mg/dl ആണ്. അതായത് 100 mg/dl 70 mg/dl-നും 100 mg/dl-നും കുറവായിരിക്കണം. ആഹാരത്തിന് ശേഷം ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 140 mg/dl കുറവായിരിക്കണം. ആഹാരത്തിന് ശേഷം 140 mg/dl കുറവും ആഹാരത്തിന് മുൻപ് 70 to 100ന്റെ ഇടയിലും ആയിരിക്കണം. അപ്പൊ നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് രക്തം പരിശോധിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിന്റെ തോത് എത്ര ആയാലാണ് നമുക്ക് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 126 mg/100 ml. 100 ml രക്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ 126 mg ഗ്ലൂക്കോസിന്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമുക്ക് സ്ഥിരീകരിക്കാം? നമുക്ക് പ്രമേഹമാണെന്ന് സ്ഥിരീകരിക്കാം. ഇനി പ്രമേഹം 2 ടൈപ്പ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് 1 പ്രമേഹമുണ്ട്, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ഇൻസുലിൻ ഉപയോഗിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം പ്രമേഹം ഉണ്ടാകുന്ന ഇതാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ശ്വേതരക്താണുക്കളായിട്ടുള്ള T ലിംഫോസൈറ്റ്സ് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശ്വേതരക്താണുക്കളാണ് നമ്മുടെ ബ്ലഡിൽ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്ന ഒരാളാണ് T ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. T ലിംഫോസൈറ്റ് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുക. അതായത് നമ്മുടെ പാൻക്രിയാസിലുള്ള ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുക. ബീറ്റാ കോശങ്ങളാണല്ലോ ആരെ ഉണ്ടാക്കുന്നത്? നമ്മളിവിടെ പറഞ്ഞു, ബീറ്റാ കോശങ്ങളാണ് ആരെ ഉണ്ടാക്കുന്നത്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ബീറ്റാ കോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവിടെ എന്താണ് ബീറ്റാ കോശങ്ങളിൽ നിന്ന് വരുന്ന ഇൻസുലിൻ ചെയ്യുന്നത്? ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കി മാറ്റുകയാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കജൻ ആക്കി മാറ്റി സ്റ്റോർ ചെയ്യാതെ ഗ്ലൂക്കോസ് ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഉണ്ടാകും. അതിനെയാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 1 പ്രമേഹത്തിലെ ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്നും ജുവനൈൽ ഡയബറ്റിസ് എന്നും വിളിക്കാറുണ്ട്. ജീവിതശൈലി രോഗം അപ്പൊ ഈ ടൈപ്പ് 1 പ്രമേഹം കുട്ടികളിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ജുവനൈൽ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസുലിൻ ആശ്രിത പ്രമേഹം. അതൊരു ജനറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഇനി ജീവിതശൈലി രോഗമായിട്ട് കരുതുന്നത് പ്രമേഹത്തിന്റെ ഒരു വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമായിട്ട് വരുന്നത്. ടൈപ്പ് 2 പ്രമേഹം മുതിർന്നവരിൽ കാണുന്നതാണ്. ഇൻസുലിന്റെ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നാണ് അറിയപ്പെടുന്നത്. മൂത്രത്തിൽ അമിതമായി കീറ്റോണുകളുടെ അളവ് കാണപ്പെടുന്ന അവസ്ഥ കീറ്റോനൂറിയ എന്ന് പറയും. ഇതും പ്രമേഹം കാരണമാണ് ഉണ്ടാകുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റ്ഫോർമിൻ, ഗ്ലിംപിറിഡിൻ, ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെയാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയിട്ടുള്ള സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ സമയത്ത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുക അല്ലെങ്കിൽ അവിടേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുക, ബ്ലഡ് എത്തിയില്ലെങ്കിൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻ നടക്കില്ല. അപ്പൊ ആ ഒരു അവസ്ഥയാണ് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് സ്ട്രോക്കിന്? ഇത് ജനറലി ഒരു സ്ട്രോക്ക് ഉണ്ടാകാനുള്ള കാരണം ഇനി വാർദ്ധക്യം മൂലമോ പ്രമേഹം മൂലമോ കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ടോ പുകവലി കൂടുന്നതുകൊണ്ടോ ഇത്തരത്തില് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ സെറിബ്രൽ ത്രോംബോസിസ് എന്നാണ് വിളിക്കുക. നമ്മൾ രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സിന് ത്രോംബോസിസ് എന്ന് വിളിക്കും. അപ്പൊ സെറിബ്രത്തിലായതുകൊണ്ട് നമ്മൾ സെറിബ്രൽ ത്രോംബോസിസ് എന്ന് വിളിക്കുന്നു. അടുത്തൊരു ജീവിതശൈലി രോഗമാണ് ക്യാൻസർ. അപ്പൊ അനിയന്ത്രിതമായി കോശവിഭജനം നടക്കുകയാണ്. അതായത് സെൽ ഡിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് കാരണം സെല്ലുകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പൊ ഓങ്കോളജി എന്ന് പറയുന്നത് ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സാ രീതിയെയാണ് നമ്മൾ ഓങ്കോളജി എന്ന് വിളിക്കുന്നത്. അപ്പൊ സാധാരണ കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് സമ്പർക്ക തടസ്സം. അതായത് സമ്പർക്ക തടസ്സത്തിൽ മറ്റു കോശങ്ങളുമായി കോശങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അവരുടെ അനിയന്ത്രിതമായ വളർച്ച തടയപ്പെടുന്നു. ഇപ്പൊ 2 കോശങ്ങൾ തമ്മിൽ സമ്പർക്കം ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സമ്പർക്കത്തിൽ വരുവാണെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ വളർച്ചയെ തടയപ്പെടുത്തുന്നു. അങ്ങനെയാണ് അനിയന്ത്രിതമായിട്ടുള്ള വളർച്ച തടയപ്പെടുത്താറുണ്ട്. പക്ഷെ അർബുദ കോശങ്ങളിൽ ഈ ഒരു സവിശേഷത ഇല്ല. അതായത് ഈ സമ്പർക്ക തടസ്സം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകത അർബുദ കോശങ്ങളിലില്ല. അപ്പൊ ഒരു കോശം മൾട്ടിപ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോശം ഡിവൈഡ് ചെയ്യും. ഒരു കോശത്തിന് മറ്റൊരു കോശമായിട്ട് ആ ഒരു സമ്പർക്ക തടസ്സം വരുന്നില്ല. അതാണ് അർബുദത്തിന് പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് അർബുദ കോശങ്ങളുടെ വിഭജനം തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു
കൂട്ടം കോശങ്ങളായിട്ട് മാറും. ഇത്തരത്തിലൊരു കൂട്ടം കോശങ്ങൾ ഫോം ചെയ്യുന്നതിനെ നമ്മൾ ട്യൂമർ എന്നാണ് വിളിക്കുന്നത്. ട്യൂമർ രണ്ട് തരത്തിലുണ്ട്. അപകട സാധ്യത കുറവുള്ള ട്യൂമറും ഉണ്ട്, മാരകമായിട്ടുള്ള ട്യൂമറും ഉണ്ട്. അപ്പൊ മാരകമായിട്ടുള്ള ട്യൂമർ കോശങ്ങൾ എന്ന് പറയുന്നത് അധിക വേഗം വിഭജിക്കുകയും സമീപ തലങ്ങളിലേക്ക് വ്യാപിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവയെ നിയോപ്ലാസ്റ്റിക് അഥവാ ട്യൂമർ കോശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്യൂമർ കോശങ്ങൾ. അതായത് മാരകമായിട്ടുള്ള ട്യൂമർ കോശം അതിലുള്ള സെൽസ് പെട്ടെന്ന് വിഭജിക്കും. എന്നിട്ട് അത് സമീപത്തിലേക്കുള്ള സെൽസ് ടിഷ്യൂസിലേക്കൊക്കെ എത്തിച്ചേരുകയും ആ ടിഷ്യൂസിനൊക്കെ വേഗം തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഇതിനെയാണ് മാരകമായിട്ടുള്ള ട്യൂമർ എന്ന് പറയുന്നത്. ഇതിനെ നിയോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്യൂമർ കോശങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കാറ്. ഇനി അർബുദ കോശങ്ങൾ രക്തത്തിലൂടെ വിവിധ തലങ്ങളിലേക്ക് എത്തും. അതുപോലെ അത് എത്തപ്പെടുന്ന ഭാഗങ്ങളിൽ പുതിയ ട്യൂമർ രൂപപ്പെടുകയാണ്. അങ്ങനെ വരുന്നതാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ക്യാൻസർ ബാധിക്കാതെയുള്ള ഒരേ ഒരു ശരീരഭാഗമേ ഉള്ളൂ, അത് ഹൃദയമാണ്. ഇനി എപ്പിത്തീലിയത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ ക്യാൻസർ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ് കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസർ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ, ഇതിലൊക്കെയാണ് കാർസിനോമ ബാധിക്കുന്നത്. ഇനി യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ. സാർക്കോമ ബാധിക്കുന്ന രോഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഭാഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അസ്ഥിയാണ്. അസ്ഥിനെ ബാധിക്കുന്നതാണ് സാർക്കോമ. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികം ഏൽക്കുന്നത് കൊണ്ടും നമുക്ക് ത്വക്കിൽ അർബുദം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിനെ നമ്മൾ മാലിഗ്നന്റ് മെലനോമ എന്നാണ് വിളിക്കുന്നത്. നോർമൽ സ്കിൻ ക്യാൻസറിനെ മെലനോമ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ യു വി ലൈറ്റ് വഴി ഉണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ നമ്മൾ അതിനെ മാലിഗ്നന്റ് മെലനോമ എന്നാണ് വിളിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തു ഉണ്ട്. അതിന്റെ പേര് ഡയോക്സിൻ ആണ്. ഇത് പ്രീവിയസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ആ പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമാകുന്ന വിഷവസ്തു ഡയോക്സിൻ ആണ്. ക്യാൻസർ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അർബുദത്തിന്റെ പരിശോധനയ്ക്കായി കലകളുടെ രോഗലക്ഷണ പഠനം നടത്താറുണ്ട്. അസ്ഥിമജ്ജയുടെ രക്തത്തിന്റെയൊക്കെ പരിശോധന നടത്തും. ബയോപ്സി ചെയ്യും. ബയോപ്സി എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ള ഒരു സെല്ലിനെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. അർബുദം ഉണ്ടെന്ന് സംശയമുള്ള കലയുടെ ഒരു അംശം കനം കുറഞ്ഞ രീതിയിൽ മുറിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പ്, അതാണ് സൂക്ഷ്മദർശിനി എഴുതിയിരിക്കുന്നത്, അത് ഉപയോഗിച്ച് നമ്മൾ നിരീക്ഷിക്കും. അതിനെയാണ് നമ്മൾ ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിനകത്തുള്ള അവയവങ്ങൾക്ക് അർബുദം ഉണ്ടോ കണ്ടെത്തുന്നതിന് റേഡിയോഗ്രാഫി ഉണ്ട്. എക്സ്റേ കിരണങ്ങളുടെ ഉപയോഗമാണ് റേഡിയോഗ്രാഫി. CT ഉണ്ട്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഉണ്ട്, MRI ഉണ്ട്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്യാൻസറിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒന്ന് റേഡിയേഷൻ ചികിത്സയാണ്, അല്ലെങ്കിൽ വികിരണ ചികിത്സ. പിന്നെ പ്രതിരോധ ചികിത്സ യൂസ് ചെയ്യാം. അതുപോലെ ശസ്ത്രക്രിയ വഴി നമുക്ക് മുറിച്ചു മാറ്റാനൊക്കെ സാധിക്കും. അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവിധതരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് രാസചികിത്സ അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. അതും നമ്മൾ ചെയ്യാറുണ്ട്. ആൽഫ ഇന്റർഫെറോൺ പോലുള്ള ജൈവ പ്രതിപ്രവർത്തന ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും അർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആൽഫ ഇന്റർഫെറോൺ എന്ന് പറയുന്നത് കെമിക്കലാണ്. അങ്ങനത്തെ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ട് നമ്മുടെ പ്രതിരോധം, നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യും. ബൂസ്റ്റ് ചെയ്തിട്ട് അർബുദ കോശങ്ങളെ തിരിച്ചറിയാൻ അവരെ സഹായിക്കും. അപ്പൊ അവരത് നശിപ്പിച്ചു കളയും. വളരെ താഴ്ന്ന ഊഷ്മാവില് കോശങ്ങളെ മരവിപ്പിച്ച് നശിപ്പിക്കുന്ന ശസ്ത്രക്രിയയാണ് ക്രയോ സർജറി. ക്രയോ എന്ന് പറഞ്ഞാൽ പിന്നെ ആലോചിക്കുക, വളരെ കുറഞ്ഞ ഊഷ്മാവ് എന്നുള്ള അർത്ഥമാണ്. വളരെ കുറഞ്ഞ ഊഷ്മാവിൽ കോശങ്ങളെ മരവിപ്പിച്ച് നശിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ക്രയോ സർജറി എന്ന് പറയുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യൂ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? പറയൂ, ആൻസർ പറയൂ. രക്തസമ്മർദ്ദം, പ്രമേഹം, എയ്ഡ്സ്, ആർത്രൈറ്റിസ്, ഇത്രയാണ് വരുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? ബി. ആൻസർ പറയൂ. ഇതിൽ രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗമാണ്, പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. പക്ഷെ എയ്ഡ്സ് എന്താണ്? ഒരു ജീവിതശൈലി രോഗം അല്ല. ഓക്കെ. ആർത്രൈറ്റിസും ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ പറയൂ. നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പറയൂ. പ്രമേഹമാണ് അല്ലെ? യെസ്. ഇനി പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥി ഏതാണെന്നും അതിന്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഓപ്ഷനിലുള്ളത് അഡ്രിനാലിൻ, ഓക്സിറ്റോസിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഗ്ലൂക്കഗോൺ ഒക്കെയാണ്. പറയൂ, ഏതാണ് ആൻസർ?
ഗ്ലൂക്കഗോൺ ആണ്. ഓക്കെ. പ്രമേഹത്തിന്റെ ഏത് വകഭേദമാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കപ്പെടുന്നത്? ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, ഇവ രണ്ടും ഏതാണ്? ഇതിൽ ഏതാണ് ജീവിതശൈലി കാരണം ഉണ്ടാവുന്നത്? പറയൂ. രണ്ടും ആണോ? അതോ ടൈപ്പ് 1ഉം ടൈപ്പ് 2ലെ ഏതെങ്കിലും ഒന്നാണോ? ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്പ് 1 ജനറ്റിക് ആയിട്ടാണ്, ജനറ്റിക്കിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതായത് നമ്മുടെ T ലിംഫോസൈറ്റ്സ് പോയിട്ട് ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊരു ജനറ്റിക് വശം കൂടി ഉണ്ട്. ടൈപ്പ് 2 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതശൈലി കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് രോഗം എന്നുള്ളത് തിരിച്ചറിയാം. ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ് രോഗപ്രതിരോധ ശക്തി കുറയുന്നു, ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ല, അതായത് നമ്മുടെ ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്നാലും ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു, രോഗപ്രതിരോധ ശക്തി കുറയും, ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം വരും. ഏതാണ് രോഗം? എയ്ഡ്സ്, മന്ത്, സിക്കിൾ സെൽ അനീമിയ, ക്യാൻസർ, പ്രമേഹം, ലുക്കീമിയ, മന്ത്, ക്യാൻസർ, സിക്കിൾ സെൽ അനീമിയ, പ്രമേഹം, ക്യാൻസർ. ഓക്കെ. ഓക്കെ. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഇത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. താങ്ക് യു ഓൾ.